കളമശ്ശേരിയിലെ ഒഗേലെ ഗ്ലാസ് ഫാക്ടറി കേരളത്തിലെ തുടങ്ങിയ രണ്ടാമത്തെ ഫാക്ടറി, 2 ഫാക്ടറി രണ്ടാമത്താണ്. അത് കുപ്പി ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയാണ്. ബോംബെക്കാരായിരുന്നു. അവർ വിട്ട് മലയാളികളെടുത്തുനിന്ന് ഒത്തിരി പേര് ഷെയറോടി നടത്തിയായിരുന്നു. അത് തകർന്ന് 20 കൊല്ലക്കാലം കിട്ടി. അപ്പോഴേക്കും അതിലെ ജോലിക്കാർ തന്നെ 30ഓളം പേര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ 26.4 ഏക്കർ സ്ഥലവും 40-ലേറെ ബിൽഡിങ്ങും ഉണ്ടായിരുന്നു. അത് ഓഷനിട്ടു. വലിയ കക്ഷികളാണ് മത്സരത്തിന് വന്നിരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പ്രസക്തനല്ലാത്ത ഒരാൾ അതിനകത്ത് വന്ന് കിട്ടിയതോടുകൂടി അത്ഭുതമായിരുന്നു. ഇത്രയും വിലയ്ക്ക് എടുത്തല്ലോ എന്നുള്ളതുണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞു. ആ സ്ഥലം നേരെയാക്കാൻ വേണ്ടി അതിൻ്റെ പൈസയൊക്കെ എടുത്ത് എൻ്റെ ഉദ്ദേശം നടപ്പാക്കാൻ വന്നപ്പോഴേക്കും ആ സ്ഥലത്തിന് പെർമിഷൻ തരുന്നില്ല. ആ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മഹത്യ ചെയ്തവരുടെ കൂട്ടത്തിലേക്ക് വേറെ ആൾ വരുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ ഒരു കൊല്ലക്കാലമെങ്കിലും ഇതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ വിത്തൗട്ട് എനി റിസർവേഷൻ പണം തന്നു. അപ്പോൾ ഒരു കൊല്ലക്കാലമെങ്കിലും നിരവധി പ്രാവശ്യമെങ്കിലും ഉറങ്ങാത്ത രാത്രിയുള്ള അതിനുശേഷവും തരാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ പോരാട്ടം നടത്തിയില്ല. ഇപ്പോൾ കള്ളാസ് കൈ കിട്ടി. ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച പ്ലാനെല്ലാം മാറി. അതൊരു വാട്ടർ തീം പാർക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അത് ഉപേക്ഷിച്ചു. വെള്ളമുണ്ട് അവിടെ. ഏറ്റവും മനോഹരമായ സ്ഥലമായിരുന്നു. അതിനുശേഷം ടൗൺഷിപ്പ് പ്ലാൻ ചെയ്ത് എല്ലാം ടീമായിട്ട് ചേർന്നുള്ളൂ. അപ്പോഴേക്കും അതും സാക്ഷ്യം കിട്ടാത്ത സമയം അത് വിട്ടുപോയി. അപ്പോൾ അവിടെ ആ അനുഭവമാണ് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് കുറച്ചുകൂടി സ്പീഡിയായിട്ട് തീരുമാനമെടുത്താലേ ഒരു സംരംഭകന് അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. എത്ര നാൾ വൈകുന്നു പിന്നെ ആ സംരംഭത്തിന് വിലയേ ഇല്ല.